ഉള്ള കാരണം ഇവിടെ പ്രവർത്തന മികവ് തന്നെയാണ്. നല്ല രീതിയിൽ നമ്മുടെ ടീച്ചർ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പൊതുജന പങ്കാളിത്തവും അതുപോലെ ഇവിടെയുള്ള വിഭവ സമാഹരണം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ അംഗനവാടികളിലേക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുകയൊക്കെ നമുക്ക് എപ്പോഴും പ്രയാസമുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് വകുപ്പിന്റെ കുറച്ച് ഫണ്ട് തരും, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് എടുത്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് സമാഹരിച്ചൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു അംഗനവാടിയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പൊ ഇവിടെ കുറെ കമ്പനികളൊക്കെ ഉണ്ട്, കുറെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിൽ നിന്നും ഇവിടെ ഈ ഒരു അംഗനവാടിക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് അവരുടെ ഒരു പങ്കാളിത്തം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും ഒരു അംഗനവാടി തേടി വ്യവസായ സ്ഥാപനം വരില്ല അല്ലെ. നിങ്ങളെ പോലുള്ള പ്രവർത്തകർ വേണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അവരെ സമീപിച്ച് നമ്മളുടെ അംഗനവാടിയിലെ ആവശ്യങ്ങൾ അവരെ അറിയിക്കാനും നമ്മുടെ അംഗൻവാടിക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്തു തരും എന്നുള്ള കാര്യങ്ങൾ അവരെടുത്ത് സംസാരിക്കാനും അത്തരത്തിലുള്ള ഒരു പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടല്, വിഭവ സമാഹരണം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു തെളിവും കൂടിയാണ് ഈ ഒരു അംഗനവാടി. അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാം ചുറ്റി നടന്ന് കണ്ടല്ലോ അല്ലെ. നമ്മുടെ വകുപ്പിന്റെ ഫണ്ടിനേക്കാൾ ഉപരി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഏതായിരുന്നു സെയിന്റ് ഗോബൈൻ എന്ന് പറയുന്ന ഒരു കമ്പനി വഴിയാണ് അവര് ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പൊതുജനങ്ങൾ എന്ത് കാര്യത്തിനും എപ്പോഴും ഒരിക്കലും നമ്മളിപ്പോൾ CB ആവട്ടെ, നമ്മളുടെ ദിനാചരണങ്ങളാവട്ടെ, എന്തെങ്കിലും ഒരു പൊതുപരിപാടി ആവുമ്പോൾ ഒരിക്കലും ആളുകൾ ഇല്ലാതിരിക്കില്ല. എപ്പോഴും ആളുകളാണ്. നമ്മൾ ടീച്ചർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ഓടിയെത്തും. അതെങ്ങനെയാ സാധ്യമാവുന്നത്? നമുക്ക് എപ്പോഴും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് അല്ലെ, നമ്മളെപ്പോഴും വിളിക്കുമ്പോൾ ആൾക്കാർ എത്തുന്നില്ല. പക്ഷെ ചില അംഗനവാടികളിൽ നമ്മൾ പോകുമ്പോഴെല്ലാം എല്ലാ പരിപാടികൾക്കും പൊതുജനങ്ങൾ എത്തുന്നുണ്ട്. എന്താണത് കാര്യം? അത് നമ്മളുടെ കൂടിയുള്ള ഒരു പൊതുജനങ്ങളുമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ബന്ധം. നമ്മൾ അതെന്തെങ്കിലും പർപ്പസിന് വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് നമ്മുടെ ജോലിയുടെ ആവശ്യമാണ് അല്ലെ. പൊതുജനങ്ങളുടെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വിവരങ്ങൾ നമ്മൾ അറിയണം, നമ്മുടെ ഏരിയയുടെ ഒരു സ്പന്ദനം നമ്മൾ അറിയണം, എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും അവിടെ കുട്ടികൾക്കെതിരെയുള്ള പ്രശ്നങ്ങളുണ്ടോ, സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലാതെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ അവരിൽ ഒരാളായി മാറുന്നു, അവരുമായിട്ട് കൂടുതൽ നമ്മൾ അടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണെങ്കിലും നമ്മളെ വിളിച്ചാൽ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ നമ്മുടെ അംഗനവാടികളെ പൊതുവെ നമ്മൾ പറയുന്നത് എന്താ, ഒരു സാമൂഹ്യ വിഭവ കേന്ദ്രം എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗനവാടി മാറ്റണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാതൃകകൾ ഒരു പ്രചോദനമാണ്. ഓക്കെ, ടീച്ചർ ഒന്ന് ജസ്റ്റ് പ്രവർത്തനങ്ങളെ പറ്റിയും നമ്മുടെ പൊതുജനങ്ങളെ പറ്റിയും കമ്പനിയുമായിട്ടുള്ള ഇതൊക്കെ ഒന്ന് പറഞ്ഞോളൂ. നമ്മളിപ്പോ അംഗൻവാടികൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അംഗൻവാടികളുടെ പ്രവർത്തനം പറയാം. ആദ്യം നമ്മൾ സ്വന്തം ആദ്യം അംഗൻവാടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കുട്ടികളെയൊക്കെ സ്വീകരിച്ചിട്ട് അതിനുശേഷം സ്വന്തം സംഭാഷണം നടത്തും. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ തീം അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിക്കും, കൊടുത്തിട്ട് ഉറക്കിയ ശേഷം 2:30 ആകുമ്പോൾ എഴുന്നേൽപ്പിക്കും. പിന്നെ എന്നിട്ട് ഒരു പ്രവർത്തനം എന്തെങ്കിലും ഒന്ന് ചെയ്ത ശേഷം ഫീഡിങ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി അംഗൻവാടിയൊക്കെ വിടും. പിന്നെ വിസിറ്റ് ചെയ്യും. അതുപോലെ പൊതുജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും പാരൻസിനെ കുറിച്ചും പറയുകയാണെങ്കിലും നമ്മൾ ആദ്യം തൊട്ടേ ചെയ്തൊരു ശീലമാണ് എല്ലാ പരിപാടികളിലും അവരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളെക്കാട്ടിൽ കൂടുതൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളെ കൊണ്ട് അവരുടെ സജഷൻ പറയും, അങ്ങനെ ചെയ്താൽ മതിയോ എന്ന്. അപ്പം നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ പരിപാടികളും എല്ലാ ആഘോഷങ്ങളും നല്ല രീതിയിൽ ഗംഭീരമായി ഞങ്ങൾ ചെയ്യും. ഓണം എല്ലാം ക്രിസ്മസ്, അതുപോലെ ന്യൂ ഇയർ, അങ്ങനെ എല്ലാ പരിപാടികളും, ശിശുദിനം, ഗാന്ധി ജയന്തി, അങ്ങനെ എല്ലാ പരിപാടികളും വളരെ നല്ല രീതിയിൽ നല്ല ഡ്രസ് കോഡോടെ തന്നെ അടിപൊളിയായിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ വെൽഫെയർ കമ്മിറ്റി ആൾക്കാരും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഓടി വരും. അതുപോലെ നമ്മുടെ മെമ്പർ ആണെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം ഒരു ചെടി വെക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒരു വാക്ക് വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്നിട്ട് ഓടി വന്നിട്ട്
ചെയ്യും. അപ്പോൾ അമ്മമാരാണെങ്കിലും ശരി, മെമ്പറാണെങ്കിലും ശരി, അതുപോലെ പാരൻസ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നല്ല രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇതുപോലെ നമുക്കൊരു മോശമായിട്ടൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളതുപോലെ അവരോട് നല്ല സഹകരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ നമുക്കിങ്ങനെ അംഗൻവാടിയിൽ പെയിന്റിങ് വർക്ക് ചെയ്തിട്ട് 2-3 വർഷം കഴിഞ്ഞു. കോവിഡ് സമയത്തിന് ശേഷമാണ് ഒരു തവണ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു കമ്പനി വന്നപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരണം. അതുപോലെ കുറേ മാറ്റങ്ങൾ വരുത്തി. പെയിന്റിങ്, അതുപോലെ പ്ലംബിങ്, അതുപോലെ വേസ്റ്റ് കുഴി, അതുപോലെ ഈ കൊടിമരം സെന്ററിലായിരുന്നു, അതെടുത്ത് മാറ്റി. പിന്നെ മതിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തു. ഫ്ലോർ ഇട്ടു. പിന്നെ നമുക്കെപ്പോഴും കലാമേളയ്ക്ക് നമുക്ക് അത്യാവശ്യമുള്ളത് ഒരു മൈക്കും ഒരു സ്പീക്കറും ആണ് അത്യാവശ്യം. അപ്പോൾ അവർ പറഞ്ഞു TV തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു TV ഞങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങൾ ഫുള്ളും കുട്ടികളുടെ കൂടെ 12 വരെ നമ്മൾ എന്തായാലും ഉണ്ടാവും. പിന്നെ TV-യേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഇത് വേണം പറഞ്ഞു. അപ്പോൾ മാഡം ഞാൻ റിക്വസ്റ്റ് ചെയ്ത കാരണം അതും തന്നു, പിന്നെ TV-യും തന്നു. അപ്പോൾ നന്നായി ചെയ്തു തന്നു. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ സമയം ഉണ്ട്. അതുപോലെ കലാമേളയൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ വയ്ക്കാനും സഹകരിച്ചു. അപ്പോൾ എല്ലാവർക്കും നിങ്ങളും ഇതുപോലെ മനസ്സിലായോ? നമ്മുടെ ഒരു സെന്റർ പ്രവർത്തിക്കണമൊക്കെ നന്നായിട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെയൊക്കെയുള്ള നല്ല സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോടൊക്കെ സ്പോൺസർഷിപ്പിലൂടെ കുറെ കാര്യങ്ങൾ എല്ലാം സർക്കാർ തരണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തരണം, പഞ്ചായത്ത് തരണം ഒക്കെ നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല. കുറെയൊക്കെ നമ്മുടെ കഴിവുകളുണ്ട്. നമ്മൾ അവരോടൊക്കെ പറഞ്ഞ് സംഘടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അത്തരത്തിലേക്കുള്ള ഒരു നല്ല ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനാണ് ഈ കുട്ടിയെ വെച്ചൊരു എക്സാമ്പിൾ കാണിച്ചത്. ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെല്ലാം ശ്രമിക്കും. അതായത് നിങ്ങൾ രാവിലെ വന്ന് അംഗനവാടി വന്നിട്ട് അക്ഷരം പഠിപ്പിച്ച് വൈകിട്ട് പോകുക, അതല്ല നിങ്ങളുടെ സമൂഹമായിട്ട് നിങ്ങളുടെ 800 പോപ്പുലേഷനിൽ ഈച്ച് ആൻഡ് എവരി വണ്ണിനെ നിങ്ങൾ അറിയണം. അവരുമായിട്ട് അറിഞ്ഞ് അവരുമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇപ്പം അവർ പറഞ്ഞില്ലേ, അവരുടെ എല്ലാ CB പരിപാടികളിലും എല്ലാം ജനങ്ങൾ ഇങ്ങോട്ടാണ്. നമുക്കറിയാം, നമ്മളൊരു ശിശുദിനമാണെങ്കിലും ഒരു പ്രവേശനോത്സവം നടത്തുമ്പോഴും നന്നായി പ്രവർത്തിക്കുന്നതും നല്ല കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ആഘോഷം നടക്കും. അല്ലാത്ത സ്ഥലങ്ങളിൽ ആരും അറിയത്തില്ല, 2 കൊച്ചിനെയും വെച്ചിട്ടില്ല. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ അവരാണ് പരിപാടി വിജയിപ്പിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു അംഗനവാടിയാണ്. നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ സൂപ്പർ.